നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തങ്കുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമുക്ക് നിറയെ ആളുകൾ നമ്മുടെ അടുത്ത് എനിക്ക് ഒരു വീടൊക്കെ കെട്ടണമെങ്കിൽ എനിക്ക് 10-30,000 രൂപ വരുമാനം എൻ്റെ കുടുംബത്തിനുള്ളൂ, എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്കൊരു വീട് കെട്ടാനൊക്കെ പറ്റുമോ, ഞങ്ങൾക്ക് ഇതൊക്കെ സ്വപ്നമല്ലേ, ഇതൊക്കെ നടക്കുമോ ഞങ്ങൾക്ക് എന്നൊക്കെ പല ചോദ്യങ്ങളും പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരവായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും 30,000 രൂപ വരുമാനമുള്ളൊരു കുടുംബത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ തമ്പ് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ 15,000 രൂപ കൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പോൾ 15,000 രൂപ കൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ ആ റേഞ്ചിലുള്ളൊരു കുടുംബത്തിന് 7,000-7,500 രൂപ ഹൗസ് റെൻ്റാണ് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ 7,500 രൂപ ഹൗസ് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായി ബാക്കി? ഒരു 7,500 രൂപ ബാക്കി ഉണ്ടാവും. ഈ 7,500 നമ്മൾ കൃത്യമായിട്ട് മാറ്റി വയ്ക്കാൻ ആദ്യം പഠിക്കണം, ഏറ്റവും ചെറുത്. അത് മാറ്റി വയ്ക്കാൻ പഠിച്ചാൽ 2 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പഠിക്കും. ഒരു 1.5 ലക്ഷം 1.25 ലക്ഷം രൂപ ആവും സുമാർ. പിന്നെ ഈ ലോൺ എങ്ങനെ കിട്ടുക, നമുക്ക് ഹൗസിംഗ് ലോൺ എടുക്കാൻ ബാക്കി എങ്ങനെ ലോൺ കിട്ടുക പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയും. ഇന്നത്തെ നാഷണലൈസ് ബാങ്കുകളിൽ ലോൺ 7.15% കിട്ടും. നാഷണലൈസ് ബാങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമുക്ക് സാലറീഡ് ആയിരിക്കണം, ആ സാലറി മെത്തേഡിൽ കൂടെ ആയിരിക്കാം നമ്മുടെ പേ വരിക. അപ്പോൾ സാലറി സ്ലിപ്പ് വേണം, അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതുമല്ലെങ്കിലോ നമ്മൾക്ക് നമ്മുടെ എത്രയാണോ വരുമാനം, ഇനിയിപ്പോൾ വീട്ടുപണി നമ്മൾ എടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ITR കൃത്യമായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് അതിനനുസരിച്ച് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എലിജിബിലിറ്റി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിലോ നാഷണലൈസ് ബാങ്കുകളിൽ നിന്ന് വെറും ചെറിയ 7.15% ഇൻട്രസ്റ്റിന് നമ്മൾക്ക് 30,000 രൂപ നമ്മുടെ കുടുംബത്തിന് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 23 ലക്ഷം രൂപ ലോൺ കിട്ടാൻ സാധിക്കും, റൈറ്റ്? അപ്പോൾ 23 ലക്ഷം രൂപ ലോണും കിട്ടി, 2 ലക്ഷം രൂപ നമ്മൾ സേവ് ചെയ്തുകൊണ്ട് നേരത്തെ എന്തെങ്കിലും നമ്മുടെ ഗോൾഡ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളതായിട്ടുള്ള ഒരു 5 ലക്ഷം രൂപ വെച്ച് 30 ലക്ഷം രൂപ ഈസി ആയിട്ട് നമുക്ക് ഫണ്ടായി. 30 ലക്ഷം രൂപ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു 3 സെൻറ്റ് സ്ഥലം ഐതർ നമ്മുടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങുകയാണെങ്കിൽ എന്താ വരിക? നാട്ടിലേക്ക് ഇപ്പോൾ 1.5-2 ലക്ഷം രൂപ സ്ഥലം കിട്ടായിരുന്നു, വണ്ടിയൊക്കെ അപ്രോച്ചുള്ള സ്ഥലങ്ങൾ. ആ 2 ലക്ഷം രൂപേൻ്റെ ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് സ്ഥലമായി, രജിസ്ട്രേഷൻ അടക്കം. ബാക്കി ഒരു 10-22 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വീട്, അല്ലെങ്കിൽ 10-20 ലക്ഷം രൂപയ്ക്ക് 2 ബെഡ്റൂം, പിന്നീട് 3 ബെഡ്റൂം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു ക്വാളിറ്റി ചെയ്ത ഈസി ആയിട്ട് വീടായി. ക്ലിയർ ആയില്ലേ സംഗതി? അതുപോലെ അതിൻ്റെ ഗുണം എന്തായിരിക്കും പറഞ്ഞാൽ, നമ്മളിപ്പോൾ റെൻറ്റ് കൊടുത്തുകൊണ്ട് 7,000, 7,500, 10,000 എത്ര ആയിക്കോട്ടെ, ഈ റെൻറ്റ് കൊല്ലം കൂടി പോകും. ബട്ട് ഇങ്ങനെ ലോൺ എടുത്തിട്ട് വീട് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ EMI കൂടില്ല. EMI ഇപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ 22 ലക്ഷം രൂപ ലോൺ എടുക്കണം. 22 ലക്ഷം രൂപ ഇൻറ്റു 674 രൂപയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ EMI വരിക. 1 ലക്ഷം രൂപയ്ക്ക് EMI വന്നാൽ എത്ര വരാൻ പോകണം? 624 ലക്ഷം. വളരെ സിമ്പിളായിട്ടുള്ള ഏകദേശം 15,000 രൂപയാണ് EMI വരുള്ളൂ, 15,000 രൂപേൻ്റെ താഴെ, റൈറ്റ്? അപ്പോൾ ഈ 15,000 രൂപേൻ്റെ മുകളിൽ നമുക്കത് എപ്പോഴും 30 കൊല്ലമായാലും 20 കൊല്ലമായാലും ലോൺ അത് കൂടുതലില്ല. അന്ന് 15,000 രൂപ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമാവും. 20 കൊല്ലം കഴിഞ്ഞിട്ട് 15,000 രൂപ ചെറിയ പൈസ വരുള്ളൂ, നമുക്ക് നമ്മുടെ വരുമാനത്തിന് ചെറിയ പൈസയല്ലേ വരുള്ളൂ. അതേ സമയത്ത് വാടക കൊടുത്തു പോകുകയാണെങ്കിലോ ഇന്ന് 7,000 രൂപ, കുറച്ച് കഴിയുമ്പോൾ 10,000 രൂപ, പിന്നെ 15,000, 25,000, 30,000 വാടക അങ്ങനെ കൂടി കാലത്തനുസരിച്ച് കൂടി വരും, റൈറ്റ്? പിന്നെ ലോൺ എങ്ങനെ കിട്ടുക നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് 1,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 1000 ഇൻറ്റു 74 രൂപ, ഒരു 74 രൂപ എന്ന് മനസ്സിൽ വയ്ക്കുക. 1000 ഇൻറ്റു 74 74,000 രൂപ, ഒരു 1,000 രൂപ ശമ്പളമുള്ള ആൾക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് 1000 രൂപയുള്ള ആൾക്കാർക്കല്ല പറയുന്നത്. ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 30,000 ഇൻറ്റു 74 എത്രയാണ് പറഞ്ഞാൽ സുമാർ 22-23 ലക്ഷം രൂപ വരും. ഇതേപോലെയാണ് ആൾക്കാർ 40,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലോ 40,000 ഇൻറ്റു 74, 50,000 ശമ്പളം ഉണ്ടെങ്കിൽ 50,000 ഇൻറ്റു 74, അതായിരിക്കും നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുള്ള ഫിഗർ. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതിനകത്ത് വല്ല നമുക്ക് എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ടെങ്കിൽ അത് കുറയും, അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കും, എല്ലാം കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട്, റൈറ്റ്? ഇതേപോലെയാണ് നമുക്ക് നമ്മുടെ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 50,000 രൂപ ശമ്പളം ഉണ്ട്, നമ്മൾ 30,000 രൂപ കൊണ്ടാണ് വീട് കിട്ടുന്നത്, ബാക്കി പൈസയാണ് അത് SIP-യിലേക്കോ ഗോൾഡിലേക്കൊക്കെ മാറ്റിയിട്ട് വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ ഇതിന് മുമ്പത്തെ നിരവധി വീഡിയോസ് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. വളരെ ക്ലിയർ ആവുന്നില്ലെന്ന് വിചാരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അത് ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, 30,000 രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് വീട് കെട്ടാൻ പറ്റുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും പക്കാ വീട് ക്ലീനായിട്ട് കെട്ടിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ട് നന്നായിട്ട് ജീവിക്കാനും നല്ല രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് പറ്റുമെന്നുള്ളതാണ് ഉത്തരം. അത് ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചതിൻ്റെ മെത്തേഡ് എവിടെയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കഴിയും. അതിനനുസരിച്ചുള്ള മെത്തേഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും ചെയ്യും. വളരെ താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും Alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈസും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയും സൂപ്പർ എഫിഷ്യൻ്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പം ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ CT ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും
കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ, ചാത്തൻകുളത്ത് വന്നത് തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.